ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിദേശത്തേക്ക് തൊഴിൽ തേടി പോവുകയും പിന്നീട് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളിൽ അവിടെ പെട്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ചില ആളുകളുടെ അനുഭവ കഥകളിലൂടെ ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഈ അടുത്ത് നമ്മൾ പത്രമാധ്യമങ്ങളിൽ അറിയുകയും വളരെയധികം വിഷമത്തിലാവുകയും പിന്നീട് നമുക്ക് ഏറെ സന്തോഷിക്കാൻ വക നൽകുകയും ചെയ്ത ഒന്നായിരുന്നു നമ്മുടെ നാട്ടുകാരനായ പ്രിയപ്പെട്ട അബ്ദുറഹീമിൻ്റെ അനുഭവ കഥ. 20 വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലേക്ക് തൊഴിൽ തേടി പോവുകയും പിന്നീട് ആ തൊഴിലിടത്തിൽ വെച്ച് അദ്ദേഹത്തിന് സംഭവിച്ച ഒരു കയ്യബദ്ധം അദ്ദേഹത്തിൻ്റെ ആയുസ്സിൻ്റെ ഒരു വലിയ ഭാഗം സൗദി ജയിലുകളിൽ കഴിച്ചുകൂട്ടുകയും ചെയ്യേണ്ടി വന്ന ആ സഹോദരൻ്റെ അനുഭവവും നമുക്ക് ചില പാഠങ്ങൾ നൽകുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ തേടി പോവുകയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളിൽ ഒരു പ്രതിനിധിയായിരുന്നു നമ്മുടെ അബ്ദുറഹീം. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലെ ജയിലുകളിൽ ഇന്നും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമൊക്കെ തള്ളി നീക്കിയ എത്രയോ ഒട്ടനവധി ആളുകൾ നമുക്കിടയിലുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവർ ഇന്നും ആ തടവറകൾക്കുള്ളിൽ ജീവിക്കുന്നു. ചില ആളുകൾ രക്ഷപ്പെട്ടു പോരുന്നുണ്ടെങ്കിലും നമ്മൾ അറിയാത്ത എത്രയോ ജന്മങ്ങൾ ഇന്നും ആ 4 ചുമരുകൾക്കുള്ളിലാണ്. ഇവിടെ ഒരു വിദേശത്ത് നമ്മൾ പോകുമ്പോൾ ധാരാളം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ എവിടെയാണോ എത്തിപ്പെടുന്നത് ആ സ്ഥലത്തെ നിയമത്തെക്കുറിച്ചും അവിടുത്തെ നിയമ സംവിധാനങ്ങളെക്കുറിച്ചും നമുക്ക് പ്രാഥമികമായ ഒരറിവുണ്ടായിരിക്കണം. ഇവിടെ അദ്ദേഹം ചെയ്തത് പോയ തെറ്റ് എന്ന് പറയുന്നത് തനിക്ക് പറ്റിയ കയ്യബദ്ധം മറച്ചു വെക്കാൻ ശ്രമിച്ചപ്പോൾ പിന്നീട് അത് നിയമ സംവിധാനങ്ങൾ കണ്ടെത്തുകയും അത് പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു എന്നതാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറയാം. നമ്മൾ പല സ്ഥലങ്ങളിലും ജോലി തേടി പോകുന്നവരാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് വലിയ സൗഹൃദങ്ങൾ ലഭിക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്താണോ നാട്ടിൽ നിന്ന് ആഗ്രഹിച്ചിരുന്നത് ആ കിട്ടാത്തതെല്ലാം നമുക്ക് അവിടെ ലഭിക്കാം. അതിൻ്റെ സന്തോഷങ്ങളിലും ആനന്ദങ്ങളിലും നമ്മൾ ഉല്ലസിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ സന്തോഷിക്കുമ്പോൾ ചില അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യത്ത് ജോലിക്ക് പോവുകയും പിന്നീട് ഒരു ചെറിയ കയ്യബദ്ധം അദ്ദേഹത്തിന് വലിയ വിനയാകുകയും ചെയ്ത ഒരു കഥ കൂടെ നമുക്ക് കേൾക്കാം. നാട്ടിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് യൂറോപ്യൻ രാജ്യത്തേക്ക് തൊഴിൽ തേടി പോവുകയും അവിടെ തൻ്റെ കഷ്ടപ്പാട് കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ജോലി ലഭിക്കുകയും തുടക്കത്തിലെല്ലാം ചെറിയ ജോലികളായിരുന്നു എങ്കിലും പിന്നീട് സ്വന്തം കഠിനാധ്വാനത്തിലൂടെ മികച്ച ഒരു ജോലിയിലേക്കും വരുമാനത്തിലേക്കും എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു യുവാവിൻ്റെ ചെറിയ ഒരു അനുഭവം നമുക്ക് പങ്കുവെക്കാം. ഇദ്ദേഹം ആ യൂറോപ്യൻ രാജ്യത്ത് എത്തിപ്പെടുകയും അവിടെ മികച്ച ജീവിത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് ധാരാളം സൗഹൃദങ്ങളുണ്ടായി. അപ്പോൾ അതിൽ കുറച്ച് ചേട്ടന്മാരെ ഇദ്ദേഹത്തിന് സുഹൃത്തുക്കളായി ലഭിക്കുകയാണ്. ഇദ്ദേഹം അവിടെ സ്വന്തമായി ഒരു കാറ് വാങ്ങുകയും പിന്നീട് സ്വന്തമായി ഒരു വീട് വാങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ വീട്ടിൽ എല്ലാ ദിവസവും ഈ ചേട്ടന്മാർക്കൊപ്പം ഇദ്ദേഹം ഒത്തുകൂടാറുണ്ട്. ഈ ഒത്തുകൂടുന്ന സമയത്ത് ഇവർ മദ്യപിക്കാറുണ്ട്, ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട്, സൗഹൃദങ്ങൾ പങ്കിടാറുണ്ട്. അങ്ങനെ ഒരുപാട് ദിവസങ്ങളും മാസങ്ങളുമൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് ഒരു സമയത്ത് ഒരു പാർട്ടി കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം തൻ്റെ വണ്ടിയെടുത്ത് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു, വേണ്ട, വണ്ടി ഞാൻ എടുത്തോളാം. അങ്ങനെ അദ്ദേഹം ആ വ്യക്തി വണ്ടി എടുക്കുകയും പിന്നീട് റോഡിലൂടെ വാഹനം ഓടിച്ചു പോവുകയും ആ വാഹനം പോലീസ് കൈ കാണിച്ച് പരിശോധിക്കുകയും ചെയ്തപ്പോൾ എല്ലാവരും മദ്യപിച്ചിരുന്നു എന്ന് വ്യക്തമായി. പിന്നീട് നിയമ നടപടികളിലേക്കാണ് കാര്യങ്ങൾ പോയത്. പ്രത്യേകിച്ചും ഇന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളിലും വിദേശികളുടെ തള്ളിക്കയറ്റം കാരണം നിയമങ്ങൾ പലപ്പോഴും ശക്തമാക്കി കൊണ്ടുവരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇന്നത്തെ ഈ യുവാവിൻ്റെ സാഹചര്യത്തിൽ
ഇവരെ പോലീസ് പിടിക്കുകയും പിന്നീട് നിയമ നടപടികളിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ സംഭവിച്ചത്, ഇദ്ദേഹത്തിന് 2 ഓപ്ഷനാണ് അവിടെ അവസാനമായി ലഭിക്കുന്നത്. ഒന്നുകിൽ രാജ്യം വിടുക, അല്ലെങ്കിൽ ആ നിയമ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ അതിൽ പോരാടുക. അവിടെ പോലീസ് പിടിച്ചതിന് ശേഷം സഹായത്തിനായി ആദ്യമായി സമീപിച്ചത് ഇദ്ദേഹം വളരെ സ്നേഹത്തോടെ കണ്ടിരുന്ന, ഇദ്ദേഹം വളരെ ബഹുമാനിച്ചിരുന്ന, ഇദ്ദേഹത്തിൻ്റെ സമ്പത്തെല്ലാം ചിലവഴിച്ച ആ സൗഹൃദങ്ങളിലേക്കാണ് ഇദ്ദേഹം ആദ്യം നോക്കിയത്. പലരെയും ഇദ്ദേഹം കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ആരും ഫോൺ എടുക്കുന്നില്ല. ചിലരെ ബന്ധപ്പെടാൻ വേണ്ടി നേരിട്ട് പോകുന്നുണ്ട്. അപ്പോൾ സംഭവിച്ചത്, കേസ് വന്നു, അത് ഇനി നിൻ്റെ അടുത്ത് വന്ന ഒരു തെറ്റാണ്, അതുകൊണ്ട് അത് നീ തന്നെ നോക്കണം എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെ ഇദ്ദേഹം വളരെ വിഷമത്തോടെ അവിടെ നിന്നൊക്കെ മടങ്ങുകയാണ്. പിന്നീട് ഇദ്ദേഹം കേൾക്കുന്നത്, ഇദ്ദേഹം ആരെയാണോ കൂടുതലായി സ്നേഹിച്ചത്, ആരെയാണോ ബഹുമാനിച്ചിരുന്നത്, ആർക്ക് വേണ്ടിയാണോ അദ്ദേഹം പണമെല്ലാം ചിലവഴിച്ചിരുന്നത്, അവർ തന്നെ ഇദ്ദേഹത്തെ പറ്റി അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അത്യാവശ്യം നല്ല സമ്പാദ്യവും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന ഈ വ്യക്തി നല്ല ഒരു നിയമ ഉപദേശം തേടുകയാണ്. നിയമ ഉപദേശത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നത്, ഇപ്പോൾ താൻ നാട്ടിലേക്ക് പോവുകയും ഇവിടെ ആ യൂറോപ്യൻ രാജ്യത്ത് വക്കീൽ മുഖേന കേസ് നടത്തുകയും ചെയ്യുക എന്നതാണ്. അദ്ദേഹം കേസ് നടത്താൻ തയ്യാറാകുന്നു. അദ്ദേഹം നാട്ടിലേക്ക് വരികയും കേസ് നടത്തിപ്പിനുള്ള സാമ്പത്തിക ചെലവുകളെല്ലാം നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ വക്കീലിന് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ കേസുകൾ മുന്നോട്ട് പോകുന്നു. കോടതിയിൽ കാര്യങ്ങൾ, കേസും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ മുന്നോട്ട് പോയപ്പോൾ അവസാനമായി വിധി വരുമ്പോൾ അദ്ദേഹത്തിന് ലൈസൻസ് 1 വർഷത്തേക്ക് ക്യാൻസലാകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. നിങ്ങളൊന്ന് ചിന്തിക്കണം. അത്യാവശ്യം മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടാക്കിയെടുത്തൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം അദ്ദേഹം സ്വന്തം എന്ന് കരുതിയ ആളുകൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു. പിന്നീട് സംഭവിക്കുന്നത് അവരിൽ നിന്ന് തന്നെ വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നു. ഇതും വിദേശ രാജ്യങ്ങളിൽ സംഭവിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചില ചതികളിൽ അകപ്പെട്ട് ജയിലിലാകുന്ന എത്രയോ മനുഷ്യ ജന്മങ്ങളുണ്ട്. അതും ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ നമ്മൾ എത്തിപ്പെടുന്ന സാഹചര്യങ്ങളിൽ ചെറിയ ഒരു അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അമിതമായി സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴോ സംഭവിക്കുന്ന അബദ്ധങ്ങളാണ്. ഇത്തരം അബദ്ധങ്ങൾ അറിഞ്ഞോ അറിയാതെയോ എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ജാഗ്രത പുലർത്തണം. ആരെയും അമിതമായി വിശ്വസിക്കുകയോ ആരെയും അമിതമായി സ്നേഹിക്കുകയോ ചെയ്യരുത് എന്ന വലിയ ഒരു ഗുണപാഠം ഇതിൽ നിന്നെല്ലാമുണ്ട്. നിയമങ്ങളെ ബഹുമാനിക്കുകയും നിയമങ്ങളെ പ്രാഥമികമായെങ്കിലും അറിയാൻ ശ്രമിക്കുകയും ചെയ്യണം. എല്ലാവരും എല്ലാ കാലവും നമ്മുടെ കൂടെ ഉണ്ടാകില്ല. നമ്മുടെ നല്ല കാലത്ത് കൂടെ നിൽക്കാൻ ഒരുപാട് ആളുകളുണ്ടാകും. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൈ ഒഴിയാൻ എത്രയോ ആളുകളുണ്ടാകും. പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും നല്ല കാലത്തും കൂടെ നിൽക്കുന്നവർ വളരെ കുറവായിരിക്കും. ഒരുപക്ഷെ അത് വീട്ടുകാർ മാത്രമായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സുഹൃത്തുക്കളായിരിക്കും. ഒരുപക്ഷെ ഇവർ ആരും ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ മാത്രമായിരിക്കും തുണ. നമ്മളെ ചിന്തകളായിരിക്കും തുണ, നമ്മുടെ മനസ്സായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ തീർച്ചയായും പല രാജ്യങ്ങളിലും പല രൂപത്തിലുള്ള നിയമങ്ങളാണ് ഉണ്ടാകുക. ചില രാജ്യങ്ങളിലൊക്കെ രാജഭരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ശരീഅത്ത് ഭരണം, അല്ലെങ്കിൽ ജനാധിപത്യം, രാജവാഴ്ച, ഇങ്ങനെ പല രൂപത്തിലായിരിക്കും നിയമങ്ങളുടെ ഒരു ഘടനയുണ്ടാവുക. എല്ലാ നാടുകളിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ നിയമ സംവിധാനങ്ങളിൽ നിന്നും ഒരുപക്ഷെ പണമുണ്ടെങ്കിൽ പോലും നമുക്ക് രക്ഷപ്പെട്ടു വരാൻ സാധിച്ചോളണം എന്നില്ല. കാരണം റഹീമിൻ്റെ കേസ് തന്നെ നമുക്കെടുക്കാം. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ സമാഹരിക്കപ്പെട്ടത് 30 കോടിയിലധികം രൂപയാണ്. അത്ര പണം സ്വീകരിച്ച് അവർ മാപ്പ് കൊടുക്കാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയത്. ഇല്ലെങ്കിൽ പറഞ്ഞ ഡേറ്റ് എത്തിയാൽ അദ്ദേഹത്തിൻ്റെ തല വെട്ടിപ്പോകുമായിരുന്നു. ഇത് ഒരു GCC രാജ്യത്തെ നിയമ സംവിധാനമാണ്. എന്നാൽ നമ്മൾ എത്തിപ്പെടുന്ന നാടുകളിൽ പലതിലും പല രൂപത്തിലായിരിക്കും. ചിലപ്പോൾ അവിടെ വധശിക്ഷ ഉണ്ടാകണമെന്നില്ല.
എന്നാൽ 20, 30, 25 വർഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല കാലം, കുടുംബത്തിനും നമ്മുടെ സ്വയം ജീവിതത്തിനും വേണ്ടി ചിലവഴിക്കേണ്ട നല്ല കാലം ഇത്തരം തടവറക്കുള്ളിൽ അകപ്പെട്ടു പോകും. നിയമങ്ങൾ പ്രാഥമികമായി അറിയുക, അല്ലെങ്കിൽ ആ നിയമങ്ങളുടെ ശക്തിയെക്കുറിച്ച് അറിയുക. മദ്യപിച്ച് വാഹനമോടിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ജീവഹാനിയോ ഒക്കെ സംഭവിക്കുന്നത് പോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മൾ കാരണം മറ്റൊരാൾക്കുണ്ടായാൽ പിന്നീട് എന്തായിരിക്കും നമുക്ക് സംഭവിക്കുക എന്നൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിൽ തേടിപ്പോകുന്ന നമ്മൾ അവിടെ തൊഴിലന്വേഷകരോ തൊഴിൽ ചെയ്യുന്നവരോ മാത്രമാണ്. അതായത് നമ്മൾ വിദേശികളാണ്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ പരിധികളുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മളുടെ പ്രവൃത്തികൾ എല്ലാം തന്നെ ആ പരിധികൾക്കും പരിമിതികൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമാകണം. തീർച്ചയായും മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. താങ്ക് യു.